ഹായ് സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ നിങ്ങളോട് 4 ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾക്കതിന് ഉത്തരം നൽകാനായിട്ട് പെട്ടെന്ന് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. അബോറിജിനൽ ഓസ്ട്രേലിയ എന്ന ജാക്ക് ഡേവിസിൻ്റെ വർക്ക് ജഗാർദു എന്ന് പറയുന്ന ഒരു കളക്ഷനിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേ. ഈ ജഗാർദു എന്ന് പറയുന്ന കളക്ഷന് ഫോർവേഡ് എഴുതിയത് ആരാണ്? അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ദി ഗ്ലാസ് മെനാജറി എന്ന് പറയുന്ന വർക്ക്, ഈ വർക്കിനൊരു എപ്പിഗ്രാഫ് ഉണ്ട്. ആ എപ്പിഗ്രാഫ് എഴുതിയ പോയറ്റ് ആരാണ്? അടുത്ത ചോദ്യം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നിയേക്കാം, പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം HSC ഇംഗ്ലീഷ് എക്സാമിന് വന്നു കഴിഞ്ഞാൽ വളരെ ടഫായിട്ടുള്ളൊരു ചോദ്യമായിരിക്കും. കാരണം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകും, ഉറപ്പാണ്. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം ഞാനിവിടെ കൊടുക്കുന്നത്. ഓൺ എ ഗ്രേഷൻ ഏൺ എന്ന് പറയുന്ന വർക്കിൻ്റെ റൈം സ്കീം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. അത് എഴുതി തന്നെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മളുടെ ഡോൾസ് ഹൗസ് എന്ന് പറയുന്ന വർക്കിൽ മൈ സ്വീറ്റ് ടൂത്ത് എന്ന രീതിയിൽ നമ്മളുടെ നോറയെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഏത് സ്വീറ്റാണ് അവരോട് കഴിക്കരുതും എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഉത്തരം നൽകാൻ സാധിച്ചവർ HSC ഇംഗ്ലീഷിൻ്റെ എക്സാം പ്രിപ്പറേഷനിൽ റൈറ്റ് ട്രാക്കിലാണ്. അല്ലാത്തവർ ഒന്നുകൂടി അവരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയൊക്കെ ഒന്ന് മാറ്റി മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. ഹാപ്പി ലേണിംഗ്.